കാളവണ്ടിപ്പണി എല്ലാ തൊഴിലും പോലെ തന്നെ ഇതും ഒരു തൊഴിലാണ്. കുടുംബത്തിന് അരി വാങ്ങാനുള്ളൊരു മാർഗം. മുഴുവൻ ഭാരവും ഈ വണ്ടിയിലാണ് ബാലൻസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് പറയാനുള്ള കാരണം പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. കാളവണ്ടി പോകുമ്പോൾ ഈ ഭാരം മുഴുവനും കാളയുടെ പിരടിയിലാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ. ഇത് മുഴുവൻ വണ്ടിയിൽ ബാലൻസ് ചെയ്ത് വെച്ചിട്ടാണ്. ഇത്രയും ഭാരമുള്ള മരം 2 പേർക്ക് വലിച്ചു പോകാൻ ഉതകുന്ന രീതിയിലാണ് ഈ മരം ഇതിൽ ബാലൻസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അറബന വണ്ടിയിൽ ലോഡ് ഉന്തുന്നത് പോലെ, കൈവണ്ടിയിൽ നമ്മൾ 500 കിലോ 600 കിലോ ലോഡ് വലിക്കുന്നത് പോലെ ഈ വണ്ടി വലിച്ചു പോകലാണ് കാള ചെയ്യുന്നത്. പല ആളുകളും ഇത്തരം വീഡിയോ വിടുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടാണ്ട് ഈ കണ്ട ലോഡ് മുഴുവൻ ആ കാളയുടെ പെരടിയിൽ വെച്ച് കെട്ടി പീഡിപ്പിക്കുകയാണ് ഒക്കെ പറഞ്ഞുകൊണ്ട്. അത് തെറ്റിദ്ധാരണ മൂലം പറയണം. ഇതൊരു തൊഴിലാണ്. നമ്മളെ മുൻഗാമികൾ ചെയ്തു പോന്നിരുന്നൊരു തൊഴിൽ. ജോലി ഭാരം കാരണം, ബുദ്ധിമുട്ട് കാരണം പുതിയ തലമുറ ആരും ഈ പണി ചെയ്യുന്നില്ല. മലയോര മേഖലയായ നിലമ്പൂർ 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലുള്ള 100 കണക്കിന് കാള പോത്ത് വണ്ടികളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇത് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അതും വണ്ടിയിൽ വലിയ ചക്രങ്ങൾ ഒഴിവാക്കി ടയർ പിടിപ്പിച്ച് ചെറിയ ചെറിയ രൂപമാറ്റം വരുത്തിക്കൊണ്ടുള്ള കാളവണ്ടി. ഇന്ന് ഇത്തരം വണ്ടികൾ കൂടുതലും കാണാൻ കഴിയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. കേരളത്തിൽ അപൂർവമായി 1-2